എങ്ങനെയാണ് സമയത്തെ കൃത്യമായിട്ട് നിയന്ത്രിക്കുക അപ്പൊ നോക്കാം അല്ലെ. ഉള്ള ടൈമിനെ കൃത്യമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. 3 അപ്രോച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഏറ്റവും ടഫ് ഉള്ള സബ്ജക്ട് ആദ്യമേ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അക്കൗണ്ട്സ് ടഫ് ആയിട്ടുള്ളവരുണ്ട്, മാത്സ് ടഫ് ആയിട്ടുള്ളവരുണ്ട്, ലോ ടഫ് ആയിട്ടുള്ളവരുണ്ട്, എക്കണോമിക്സ് ടഫ് ആയിട്ടുള്ളവരുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ടഫ് ആയിട്ടുള്ള ഏതാണ് നമുക്ക് ഏറ്റവും ടഫ് ഉള്ളത് ആ സബ്ജക്ട് ആദ്യമേ എടുത്ത് നമ്മൾ പഠിച്ചു തീർക്കാം. എന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യമേ നമുക്ക് ഏറ്റവും ടഫ് ഉള്ള സബ്ജക്ട് പഠിച്ചങ്ങ് സെറ്റാക്കി വെക്കുക, നമ്മുടെ ടാർഗറ്റ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിന് കൃത്യമായിട്ട് ഒരു അലോക്കേഷൻ കൊടുക്കുക, ടൈം ബ്ലോക്ക് ചെയ്യുക കറക്റ്റായിട്ട് കേട്ടോ. മൂന്നാമത്തെ എന്ന് പറയുന്ന യൂസ് എ ടൈമർ. നമ്മൾ കൃത്യമായിട്ട് ടൈമർ വെക്കും. ഇപ്പൊ എത്ര സ്റ്റഡി സെഷൻ എത്ര മിനിറ്റ് ആണ് അല്ലെങ്കിൽ എത്ര അവേഴ്സ് ആണ് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോണൊന്നും ഇച്ചിരി ദൂരെ മാറ്റി വെക്കണം. അലാറം അടിക്കുമ്പോൾ ചെറിയ ബ്രേക്ക് എടുക്കുക, അടുത്തൊരു അലാറം സെറ്റ് ചെയ്യുക, ടൈമർ സെറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ടൈമർ യൂസ് ചെയ്യും. ഈ 3 അപ്രോച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സമയത്തെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും കേട്ടോ. അപ്പം ഇതുകൂട്ട് കൂടുതലായിട്ടുള്ള സ്റ്റഡി ടിപ്പിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല, ഇത് ഫോളോ ചെയ്യൂ കേട്ടോ.